പ്രധാനമായും ശ്വാസത്തിന്റെ തിരിയൽ അഥവാ ഗതിമാറ്റം എന്നതിലൂടെ ആത്മസാക്ഷാത്കാരം നേടുന്നതിനെക്കുറിച്ചുള്ള ഒരു തന്ത്രമാണ്. ശ്വാസം തിരിയുന്നിടത്ത് സാക്ഷാത്കരിക്കുക. ശ്വാസം താഴോട്ട് നിന്ന് മുകളിലേക്ക് തിരിയുമ്പോൾ വീണ്ടും ശ്വാസം മുകളിൽ നിന്ന് താഴോട്ട് വളയുമ്പോൾ ഈ രണ്ട് തിരിയലുകളിലൂടെയും സാക്ഷാത്കരിക്കുക. ഇത് മുമ്പത്തേതിന് സമാനമാണ്, എന്നാൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഊന്നൽ ഇപ്പോൾ ശ്വാസത്തിന്റെ ഇടവേളയിലല്ല, പകരം അത് തിരിയലിലാണ്. പുറത്തേക്ക് പോകുന്ന ശ്വാസവും ഉള്ളിലേക്ക് വരുന്ന ശ്വാസവും ഒരു വൃത്തം തീർക്കുന്നു. ഓർക്കുക, ഇവ രണ്ട് സമാന്തര രേഖകളല്ല. ഉള്ളിലേക്ക് പോകുന്ന ശ്വാസം വൃത്തത്തിന്റെ പകുതിയാണ്, പുറത്തേക്ക് പോകുന്ന ശ്വാസം വൃത്തത്തിന്റെ മറ്റേ പകുതിയാണ്. ഒന്നാമതായി ഉള്ളിലേക്കും പുറത്തേക്കുമുള്ള ശ്വാസം ഒരു വൃത്തം സൃഷ്ടിക്കുന്നു. അവ സമാന്തര രേഖകളല്ല. രണ്ടാമതായി ഉള്ളിലേക്ക് വരുന്ന ശ്വാസവും പുറത്തേക്ക് പോകുന്ന ശ്വാസവും രണ്ടല്ല, ഒരൊറ്റ ശ്വാസമാണ്. ഉള്ളിലേക്ക് വന്ന അതേ ശ്വാസം തന്നെയാണ് പുറത്തേക്കും പോകുന്നത്. അതുകൊണ്ട് അതിനകത്ത് എവിടെയോ ഒരു ഗതിമാറ്റം സംഭവിക്കണം. ഉള്ളിലേക്ക് വരുന്ന ശ്വാസം പുറത്തേക്ക് പോകുന്നതായി മാറുന്ന ഒരു ബിന്ദു ഉണ്ടായിരിക്കണം. ശിവൻ പറയുന്നു, ഈ തിരിയലുകൾ സാക്ഷാത്കരിക്കുക, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ സാക്ഷാത്കരിക്കും. നിഷ്പക്ഷമായ ഗിയർ, ന്യൂട്രൽ ഗിയർ. എന്തുകൊണ്ടാണ് ഈ തിരിയൽ? ഡ്രൈവിംഗ് അറിയാമെങ്കിൽ ഗിയറുകളെക്കുറിച്ച് അറിയാമായിരിക്കും. ഓരോ തവണ നിങ്ങൾ ഗിയർ മാറ്റുമ്പോഴും നിങ്ങൾ ന്യൂട്രൽ ഗിയറിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ആ ന്യൂട്രൽ ഗിയർ ഒരു തിരിഞ്ഞു പോകുന്ന ബിന്ദുവാണ്. നിങ്ങളുടെ ശ്വാസം ഉള്ളിലേക്ക് പോവുകയും പുറത്തേക്ക് തിരിയുകയും ചെയ്യുമ്പോൾ അത് ന്യൂട്രൽ ഗിയറിലൂടെ കടന്നു പോകുന്നു. അത് നിഷ്പക്ഷമായ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്നു. ആ നിഷ്പക്ഷമായ മണ്ഡലത്തിൽ നിങ്ങൾ ശരീരവുമല്ല, ആത്മാവുമല്ല, ഭൗതികവുമല്ല, മാനസികവുമല്ല. നിങ്ങൾ ശരീരമോ മനസ്സോ അല്ലാത്ത ഒരു ന്യൂട്രൽ ഗിയർ നിങ്ങൾക്കുണ്ടായിരിക്കണം. ആ ന്യൂട്രൽ ഗിയറിൽ നിങ്ങൾ വെറുതെ നിലനിൽക്കുന്നു. നിങ്ങൾ കേവലം ഒരു അസ്തിത്വമാണ്, ശുദ്ധമായ, ലളിതമായ, ശരീരമില്ലാത്ത, മനസ്സില്ലാത്ത ഒരവസ്ഥ. യന്ത്രവും നിരീക്ഷണവും. മനുഷ്യൻ ഒരു യന്ത്രമാണ്, വലുതും വളരെ സങ്കീർണവുമായ ഒരു യന്ത്രം. നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും നിരവധി ഗിയറുകളുണ്ട്. നിങ്ങൾ ഗിയർ മാറ്റുന്ന നിമിഷങ്ങളുണ്ട്. ഉദാഹരണത്തിന്, രാത്രിയിൽ നിങ്ങൾ ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ നിങ്ങൾ ഗിയർ മാറ്റുന്നു. അവിടെ ഒരു വിടവുണ്ട്, ഒരു ഇടവേളയുണ്ട്, ഒരു തിരിയലുണ്ട്. നിങ്ങൾ ഒരു ഗിയറിലേക്ക് കടക്കുമ്പോൾ അകത്തെല്ലാം മാറുന്നു. നിങ്ങൾ ഗിയർ മാറ്റുമ്പോൾ ഒരു തിരിയലുണ്ട്. ശിവൻ പറയുന്നു, ഈ രണ്ട് തിരിയലുകളിലൂടെയും സാക്ഷാത്കരിക്കുക. തിരിയലിൽ ശ്രദ്ധിക്കുക. പക്ഷേ ഇത് വളരെ ചെറിയ ഒരു തിരിയലാണ്. വളരെ സൂക്ഷ്മമായ നിരീക്ഷണം ആവശ്യമാണ്. നമുക്കാകട്ടെ നിരീക്ഷണശേഷിയില്ല. നിരീക്ഷണം എന്നാൽ ഒരു വാക്കുമില്ലാതെ, വാചാടോപമില്ലാതെ, ഉള്ളിൽ ഒരു അലയുമില്ലാതെ അതിനോടൊപ്പം വെറുതെ ഇരിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. മനസ്സിന്റെ ഒരു ചലനവുമില്ലാതെ നിങ്ങളുടെ ശ്വാസം തിരിയുന്നത് നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കും. തിരിയൽ എന്തുകൊണ്ട് പ്രധാനം? തിരിയുമ്പോൾ ശ്വാസം മറ്റൊരു ദിശയിലേക്ക് നീങ്ങാൻ നിങ്ങളെ വിട്ടുപോകുന്നു. തിരിഞ്ഞു പോകുന്ന ബിന്ദുവിൽ അത് നിങ്ങളോടൊപ്പമില്ല, നിങ്ങൾ അതിനോടൊപ്പമില്ല. ആ നിമിഷത്തിൽ ശ്വാസം നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്, നിങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ശ്വാസം ജീവിതമാണെങ്കിൽ നിങ്ങൾ മരിച്ചവനാണ്. ശ്വാസം നിങ്ങളുടെ ശരീരമാണെങ്കിൽ നിങ്ങൾ ശരീരമില്ലാത്തവനാണ്. ശ്വാസം നിങ്ങളുടെ മനസ്സെങ്കിൽ നിങ്ങൾ മനസ്സില്ലാത്തവനാണ്. ആ നിമിഷത്തിൽ നിങ്ങൾ നിങ്ങളുടെ ശ്വാസം നിർത്തിയാൽ മനസ്സ് പെട്ടെന്ന് നിലയ്ക്കും. എന്തുകൊണ്ട്? കാരണം അവ വേർതിരിക്കപ്പെടുന്നു. ചലിക്കാത്ത ശ്വാസം വേർതിരിക്കപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ ന്യൂട്രൽ ഗിയറിലാണ്. നിങ്ങൾ അതിനോട് ബന്ധിക്കപ്പെട്ടിട്ടില്ല. ആ നിമിഷത്തിൽ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ ബോധവാന്മാരാകാൻ കഴിയും. ആ തിരിഞ്ഞു പോകുന്ന വിടവിൽ ശിവൻ പറയുന്നു, സാക്ഷാത്കരിക്കുക. അദ്ദേഹം പറയുന്നു, തിരിയലിനെ കുറിച്ച് ബോധവാനായിരിക്കുക. അപ്പോൾ നിങ്ങൾ സാക്ഷാത്കരിച്ച ആത്മാവായി മാറും.